പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മല്ലിയില ചട്നി ഉണ്ടാക്കാം. ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, പിന്നെ എല്ലാത്തിനും കൂട്ടാം. വെള്ളയപ്പം അങ്ങനെയുള്ള എല്ലാത്തിനും നന്നായിട്ടുണ്ടാവും. മല്ലിയില ചട്നി ആയ സാധനങ്ങൾ: മല്ലിയില ഒരു ചെറിയൊരു കട്ടാണ്, പിന്നെ ഒരു മുറി തേങ്ങ പകുതി തേങ്ങ, കുറച്ച് പുളിഞ്ഞ, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 4-5 ചെറിയ ഉള്ളി, 2 സ്പൂൺ കടലപ്പരിപ്പ്, 2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 സ്പൂൺ കടലപ്പരിപ്പ്, പച്ചമുളക് ആവശ്യത്തിന് 3 എടുത്തിട്ടുള്ളൂ, ഉപ്പ്. ഇതൊക്കെ നല്ല വറുത്തിട്ട് ചട്നി ഉണ്ടാക്കാം. നമുക്കിനി വറക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കണം. മുളക് ഒന്ന് കുറച്ച് കീറിയിട്ടിടാനേ പൊട്ടിത്തെറിക്കുള്ളൂ. കടലപ്പരിപ്പിടാം. 2 സ്പൂൺ കടലപ്പരിപ്പാണ്. ആവട്ടെ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ചോറിനൊക്കെ കൂട്ടാം. നല്ല ടേസ്റ്റാണ്. വിടാം, കുട്ടികളൊക്കെ കൊണ്ടുപോകാം. സ്കൂളിലേക്ക്, ഓഫീസിൽ പോകണവർക്ക് വിടാനും കൊണ്ടുപോകാനും പറ്റും. രാവിലെ, വൈകുന്നേരം, ഉച്ചയ്ക്കും 3 നേരം കഴിക്കുക. ഉഴുന്ന് പരിപ്പിടണം. ഒന്നാവട്ടെ, എന്നിട്ട് ഓരോന്നിടാം. ചെറിയ ഉള്ളി ഒരു 5-6 പിന്നെ വെളുത്തുള്ളി. തേങ്ങ, പുളിയിടാം. തേങ്ങ വല്ലാണ്ട് വറക്കണമെന്നൊന്നുമില്ല. ഒരു 1-2 മിനിറ്റ് വറുത്താൽ മാത്രം മതി. മല്ലിയില ഇടാം. അങ്ങനെ കുറച്ച് മുറിച്ച് ചെറുതാക്കിയിട്ട് ഇടണം. മല്ലിയില വല്ലാണ്ട് വറക്കണ്ട, അപ്പം അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടുള്ളൂ. പുളിഞ്ഞിട്ട് എല്ലാം ഇട്ടു. ഉപ്പിടാം, പാകത്തിനുള്ള ഉപ്പ്. ചൂടായ ശേഷം നമുക്ക് അരയ്ക്കാം. അത് കാണാം. അപ്പം അങ്ങനെ മല്ലിയില ചട്നി സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും അരച്ചുണ്ടാക്കണം. ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
ചൂടാകട്ടെ, എന്നിട്ട് കാണാം. എന്താ ചട്നി അരയ്ക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം കൂട്ടി അരയ്ക്കണം. 2-3 സ്പൂണ് 4 സ്പൂണൊക്കെ വെള്ളം നോക്കിയിട്ട് നിങ്ങൾക്ക് പാകത്തിന് വേണ്ട. വല്ലാണ്ട് വെള്ളം പാടില്ല, പിന്നെ കുറച്ച് കെട്ടിയായിട്ടുണ്ടാവണം. പാകത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കണം. വല്ലാണ്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. 2 സ്പൂൺ 3 സ്പൂൺ അങ്ങനെ ഒഴിച്ച് നോക്കിയിട്ട് അരച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ചട്നി. ഇത് ഇങ്ങനെ ഇതിന് വേണം, ഈ അളവിനുണ്ടാവണം. അതാണ് വേണമെങ്കിൽ തുള്ളി കൂടെ വെള്ളം ഒഴിക്കാം, നമുക്ക് ഇങ്ങനെ ഇഷ്ടം. അതുകൊണ്ട്